നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക വഴിത്തിരിവായി മാറാൻ ഒരുങ്ങുകയാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും പ്രാദേശിക തലത്തിൽ സ്വാധീനം ശക്തിപ്പെടുത്തുകയും ചെയ്ത ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറാൻ ലക്ഷ്യമിടുന്നുണ്ട്. സംസ്ഥാനത്ത് പരമ്പരാഗത രാഷ്ട്രീയത്തിന് വെല്ലുവിളി ഉയർത്തുന്ന BJP ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയും സംഘടനാ ശക്തിയും മുൻനിർത്തിയാണ് പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. അതേസമയം ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന CPM നയിക്കുന്ന മുന്നണിയും അധികാരത്തിലെത്താൻ ആത്മവിശ്വാസം പുലർത്തുന്ന കോൺഗ്രസും ശക്തമായ പോരാട്ടത്തിനാണ് ഒരുങ്ങുന്നത്. 2026 കേരള രാഷ്ട്രീയ ഭൂമികയിൽ മൂന്നാം ശക്തിയുടെ ഉയർച്ച ഉണ്ടാകുമോ എന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ചർച്ചയായി മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഞാൻ ദേവിക ഷാജി. 2026 തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് BJP സംഘടനാ തലത്തിൽ വലിയ മാറ്റങ്ങൾ നടത്തിയാണ് പുതിയ നേതൃത്വത്തെ മുൻനിരയിലെത്തിക്കുന്നത്. സാമൂഹിക സമവാക്യങ്ങൾ കണക്കിലെടുത്ത സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നു. യുവമുഖങ്ങൾക്കും മുൻ ബ്യൂറോക്രാറ്റുകൾക്കും മറ്റു പാർട്ടികളിൽ നിന്നെത്തിയ പ്രമുഖർക്കും പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് സ്ഥാനാർത്ഥി പട്ടിക രൂപീകരിക്കപ്പെടുന്നത്. BJP നേതൃത്വം ഒരുപടി മുന്നിലാണെന്ന് വേണമെങ്കിൽ പറയാം. സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള ദേശീയ പ്രൊഫൈലുള്ള നേതാക്കളെ പ്രധാന മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നത് വിജയസാധ്യത കൂട്ടുമെന്ന് നേതൃത്വത്തിൽ തന്നെ ചർച്ചകളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയസാധ്യത പ്രതീക്ഷിക്കുന്ന വട്ടിയൂർക്കാവ്, നേമം, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നണി നേതാക്കൾ 10 വർഷത്തിന് ശേഷം കേരളത്തിൽ വീണ്ടും താമര വിരിയിക്കാനാണ് BJP കച്ചകെട്ടി ഇറങ്ങുന്നത്. അതിന് തടയിടാൻ സർവ്വസന്നാഹങ്ങളുമായി പടയൊരുക്കുകയാണ് LDFും UDFും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മന്ത്രി V ശിവൻകുട്ടിയും മത്സരിക്കുന്ന നേമത്ത് പ്രചാരണത്തിനുള്ളത് സംസ്ഥാന നേതാക്കളാണ്. K മുരളീധരൻ UDF സീറ്റ് തിരിച്ചു പിടിക്കാൻ അംഗത്തിന് ഇറങ്ങുന്നു എന്ന ധാരണയായതോടെ വട്ടിയൂർക്കാവിൽ പ്രതീക്ഷിക്കുന്നത് തീപ്പാറും പോരാട്ടം. 2019 വടകര പിടിക്കാൻ K മുരളീധരൻ പോയതോടെ കൈവിട്ടുപോയ വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. കഴിഞ്ഞ 7 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഊന്നി സിറ്റിംഗ് LDF MLA VK പ്രശാന്ത് എതിരാളിയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിന്റെ നേടിയ ഭൂരിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിലും BJPയും തയ്യാറെടുക്കുമ്പോൾ മത്സരം തീപ്പാറുമെന്നുറപ്പ്. K സുരേന്ദ്രൻ, R ശ്രീലേഖ എന്നിവരാണ് BJP പരിഗണനയിലുള്ള സ്ഥാനാർത്ഥികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലെ 24 നഗരസഭാ വാർഡുകളിൽ 10 UDF ഭൂരിപക്ഷം നേടിയിരുന്നു. BJP 9 വാർഡുകളിൽ ഭൂരിപക്ഷം നേടിയപ്പോൾ LDFന് 4 മാത്രമാണ് മേൽക്കൈയുള്ളത്. 2016 O രാജഗോപാലിലൂടെ അക്കൗണ്ട് തുറന്ന നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിലൂടെ വീണ്ടും വിജയം നേടാനാകുമെന്ന വിശ്വാസത്തിലാണ് BJP. 2021 കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയാണ് V ശിവൻകുട്ടി മണ്ഡലം തിരിച്ചു പിടിച്ചത്. സിറ്റിംഗ് LDF MLA ആയ V ശിവൻകുട്ടി തന്നെയാകും നേമത്ത് മത്സരിക്കുക. UDF സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിലെ 16 വാർഡുകളിൽ BJP മുൻതൂക്കം നേടിയിരുന്നു. 22 നഗരസഭാ വാർഡുകളുള്ള നേമത്ത് ഒരിടത്ത് പോലും ഭൂരിപക്ഷം നേടാൻ UDFന് കഴിഞ്ഞിരുന്നില്ല. LDFന് 5 വാർഡുകളിൽ ഭൂരിപക്ഷം നേടാനായി. 2011 വട്ടിയൂർക്കാവ് മണ്ഡലം രൂപീകരിക്കപ്പെട്ട ശേഷം 2011 2016 നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ K മുരളീധരൻ വിജയക്കൊടി പാറിച്ചു. 2019 K മുരളീധരൻ വടകര ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ പോയതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് മണ്ഡലം തിരിച്ചു പിടിക്കുകയായിരുന്നു. 2021 VK പ്രശാന്ത് മണ്ഡലം നിലനിർത്തി. ഹൈക്കമാൻഡ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല എന്നും വട്ടിയൂർക്കാവിൽ UDF തരംഗമാണ് ഉള്ളതെന്നും K മുരളീധരൻ പറഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP വീണ്ടും അക്കൗണ്ട് തുറക്കുന്നത് നിരവധി സീറ്റുകളിലൂടെ ആയിരിക്കുമെന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ PK കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു. 2021 BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന K സുരേന്ദ്രൻ കാസർഗോഡ് മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പിൽ 745 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. മുസ്ലിം ലീഗിലെ AKM അഷ്റഫാണ് 65,758 വോട്ടുകൾ നേടി വിജയിച്ചത്. 76.88% പോളിംഗ് ആണ് അന്ന് നടന്നത്. 2016 89 വോട്ടിനാണ് K സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. മുസ്ലിം ലീഗിലെ അബ്ദുൾ റസാഖാണ് വിജയിച്ചത്. അബ്ദുൾ റസാഖിന് 56,870 വോട്ടും K സുരേന്ദ്രന് 56,781 എന്നിങ്ങനെയായിരുന്നു വോട്ടിംഗ് നില. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നേരിയ വോട്ടിന് പരാജയപ്പെട്ട K സുരേന്ദ്രൻ ഇത്തവണ തികച്ചും വിജയപ്രതീക്ഷയിലാണ്. ഇത്തവണയും AK അഷ്റഫ് തന്നെയായിരിക്കും സുരേന്ദ്രന്റെ എതിരാളി. കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സ്ഥാനാർത്ഥിയാകുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മണ്ഡലത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാർട്ടി ദേശീയ നേതൃത്വം കുര്യന് നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ട്. മണ്ഡലത്തിലെ 25% വരുന്ന ക്രൈസ്തവ വോട്ടുകളിലും പാർട്ടിക്ക് കണ്ണുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചതുപോലെ കുര്യൻ സ്ഥാനാർത്ഥിയായാൽ കാഞ്ഞിരപ്പള്ളിയിലും ഇതേ സംഭവിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ BJP മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനമായിരുന്നു അന്നത്തെ സ്ഥാനാർത്ഥി.
അന്നുണ്ടായിരുന്നതിനേക്കാൾ അനുകൂല സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും ജോർജ് കുര്യനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കാര്യങ്ങൾ അനുകൂലമാകുമെന്നാണ് കണക്കുകൂട്ടൽ. സ്ത്രീ സ്ഥാനാർത്ഥിത്വം മുൻനിരയിൽ നിർത്തിക്കൊണ്ട് തൃശൂർ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാലിനോടും പാലക്കാട് മണ്ഡലത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനോടും പ്രാഥമിക പ്രവർത്തനം തുടങ്ങാൻ പാർട്ടി നിർദ്ദേശിച്ചെന്ന റിപ്പോർട്ടുകളുമുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര നേതാക്കളുമായി ആലോചിച്ച് മുൻഗണനയിലുള്ള മണ്ഡലങ്ങളിൽ അനുയോജ്യരായ നേതാക്കളോട് പ്രാഥമിക പ്രവർത്തനം തുടങ്ങാൻ നിർദ്ദേശിച്ചതായാണ് ഇപ്പോഴത്തെ രീതി. 2016 തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ പാർട്ടിക്കാരിൽ ഒരു വിഭാഗം കാലുവാരിയത് കൊണ്ടാണ് തോറ്റതെന്ന് പരാതി ഉയർന്നിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് തൃശൂർ നഗരസഭയിൽ 35 ഡിവിഷനിൽ മുന്നിലെത്താനായി. ആ മികവ് പത്മജയ്ക്കും നേടാനാകുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടിയെ 2ാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞത് 2016 ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴാണ്. ആ കുതിപ്പാണ് ഇപ്പോഴത്തെ അനുകൂല സാഹചര്യത്തിൽ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. പാലക്കാടാകട്ടെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ അതിജീവിക്കാനും ശോഭയ്ക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് ആദ്യവാരം കൊച്ചിയിലെത്തിയേക്കും. NDA പ്രകടന പത്രിക പുറത്തിറക്കലാണ് പ്രധാന പരിപാടി. ഇത് തൃശൂരിലേക്ക് മാറ്റാനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. എന്നിരുന്നാലും കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം BJPക്ക് വെല്ലുവിളിയേറിയതാണ്. ശക്തമായ ഇടതുപക്ഷ അടിത്തറയും കോൺഗ്രസ് നയിക്കുന്ന UDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്കും BJPയുടെ വളർച്ചയ്ക്ക് പ്രധാന തടസ്സങ്ങളാണ്. ആയതിനാൽ തന്നെ 2026 തെരഞ്ഞെടുപ്പ് BJPക്ക് ഒരു നിർണായക പരീക്ഷണമായി കണക്കാക്കപ്പെടുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്ഥിരമായി 3ാം ശക്തിയായി ഉയരുമോ എന്നത് ഈ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കും. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 BJPക്ക് ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അത് സംസ്ഥാന രാഷ്ട്രീയ ഭൂപടത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം കൂടിയാണ്. സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന തന്ത്രങ്ങളും പ്രചാരണ രീതികളും വോട്ടർമാരുടെ പ്രതികരണവും ചേർന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം നിർണ്ണയിക്കുക.